നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോ അതുപോലെയുള്ള ചുറ്റുപാടുകളോ അല്ല ഇന്നു പതിമംഗലത്ത്. അന്നു തന്നെ ആ സമയത്ത് ധാരാളം പ്രവർത്തകർ കല്ലേറുകൾക്ക് വാങ്ങി രക്തം കാലിൽ നിന്നൊലിച്ചപ്പോ, അതുപോലെ തന്നെ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രവർത്തകരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട വലിയുമ്മമാർ അന്ന് കരഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് വേണ്ടി ഉറക്കൊഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഉസ്താദിന് അന്നൊന്നും പറ്റിയിട്ടില്ല. അന്ന് ഒരു കല്ല് ഏതോ ഒരു വിവരദോഷിയുടെ അന്നത്തെ വിവരമില്ലാത്തതിന്റെ പേരിൽ ഉസ്താദിനെ നേരെ പതിച്ചതും ഉസ്താദിന്റെ കീശയിൽ പേനയിൽ മാത്രം കൊണ്ട് അത് തെറിച്ചുപോയതും ഈ നാട്ടുകാർ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആ കല്ല് ഇരുട്ടിന്റെ മറവിൽ ആരാണോ ഈ സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞത് അദ്ദേഹം ഇന്ന് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മൊയ്തീൻ എന്ന് പറയുന്ന സുഹൃത്ത് ഈ പരിപാടി നിശ്ചയിച്ചത് മുതൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നും നടക്കുന്ന പരിപാടിയിൽ സജീവ സാന്നിധ്യമായി അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം പറയുന്നു, അന്ന് ഞാനൊരു വഹാബി ആശയക്കാരനായിരുന്നു, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു സുന്നി പ്രസ്ഥാനത്തിന്റെ ആ വലിയ പ്രവർത്തകനായിട്ടാണ് ഇരിക്കുന്നത്. അതിനു കാരണം ഉസ്താദ് അവർകൾ അന്ന് ഇങ്ങനെ ഒരു കേട് ഞാൻ ചെയ്തപ്പോ അന്ന് സദസ്സിൽ വന്ന് ഉസ്താദ് ദുആ ചെയ്തു, ആരാണെങ്കിലും അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കണേ. ഈ മനുഷ്യൻ പറയുന്നു, ഉസ്താദിന്റെ ആ ദുആ ആയിരിക്കും എനിക്ക് ഹിദായത്ത് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ഇന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ചെറുത് സൂചിപ്പിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ.